ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം. അടക്കാത്തോട് സ്വദേശി സ്കറിയയുടെ തോട്ടത്തിലാണ് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. പുലിയുടെ ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഈ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്? അശ്വതി, ഇതൊരു മലയോര മേഖലയാണ്. കണ്ണൂർ അടക്കാത്തോട് എന്ന് പറയുന്ന പ്രദേശം. അവിടെ രാമച്ചി എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്കറിയ പള്ളിവാതുക്കലിൻ്റെ തോട്ടത്തിലെ CCTVയിലാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത്. ഇന്ന് ഏതാണ്ട് പുലർച്ചെ 4 മണിയോടുകൂടി റബ്ബർ തോട്ടത്തിലൂടെ പുലി നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് പതിഞ്ഞിട്ടുള്ളത്. അതൊരു ഈ തോട്ടം പാട്ടത്തിന് നൽകിയിട്ടാണുള്ളത്. അവിടെ വിനു ജോസഫ് എന്ന വ്യക്തി അവിടെ ഈ കടുവയുടെയും പുലിയുടെയും ഒക്കെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ CCTV സ്ഥാപിച്ചിരുന്നു. ഈ CCTVയിലാണ് ഈ പുലിയുടെ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത്. ജനങ്ങളെ വലിയ ആശങ്കയിലാക്കുന്നൊരു ദൃശ്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം എന്തെങ്കിലും അവിടെ വന്യജീവി ശല്യം ഉണ്ട് എന്നറിയാം, അല്ലെങ്കിൽ സാന്നിധ്യമുണ്ട് എന്നറിയാം. പക്ഷേ ഇത്ര ഭീകരമായ ജനങ്ങളെ ആക്രമിക്കുന്ന ഒരു ജീവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളത് ഈ CCTV ദൃശ്യം പുറത്തു വന്നതോടുകൂടിയാണ് വ്യക്തമായത്. ഏതായാലും ഈ പുലിയൊക്കെ ഇറങ്ങുന്ന മേഖലയായതുകൊണ്ട് ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് ഈ വിനു ജോസഫ് എന്ന വ്യക്തി അവിടെ ഒരു CCTV സ്ഥാപിച്ചത്. ഏതായാലും ആശങ്ക ഉണ്ടായിരിക്കുകയാണ്. അതേസമയം ഈ വനം വകുപ്പിനെ ഉൾപ്പെടെ ഈ വിഷയം ആളുകൾ ധരിപ്പിച്ചിട്ടുണ്ട്, അവിടുത്തെ പ്രദേശവാസികൾ അറിയിച്ചിട്ടുണ്ട്. അവിടെ തിരച്ചിലിനുള്ള നടപടികൾ ആരംഭിക്കണമെന്നടക്കം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അശ്വതി, ശരി. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ ജനവാസ മേഖലയിലാണ് ഈ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. വനംവകുപ്പ് വേണ്ട നടപടികൾ സ്വീകരിക്കും.